ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്ലാസ് 12 ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. നമ്മൾ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ഒരു സാധനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി, അതായത് 1ൻ്റെ ക്യൂബ് റൂട്ടിനെ നമുക്ക് ഈ 3 പേരുകൾ പറയും. 1 ഒമേഗ സ്ക്വയർ. ഓക്കെ, അപ്പോൾ മൂന്നെണ്ണം പറയും എന്നേ ഉള്ളൂ. 1 ഒമേഗ സ്ക്വയർ, ഇതിനെ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് വിളിക്കുന്നു. അതിന് ജസ്റ്റ് ഒന്ന് ഞാൻ ഇംപ്ലൈ ചെയ്തിട്ടുണ്ട്. എക്സ് ക്യൂബ് 1 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആകാം, ഒമേഗ സ്ക്വയർ ആകാം. ഈ 1 + ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ 0 ആണ്. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനവും ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രോബ്ലം ആണ് അടുത്തത്. അതുകൊണ്ടിട്ടാണ് ഞാനിതൊന്ന് തുടക്കത്തിലൊന്ന് എഴുതി വെച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ചോദ്യം. ഇഫ് ഒമേഗ ഇസ് ദ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി, ദെൻ പ്രൂവ് ദാറ്റ് determinant of 1 omega square 1 equal to 0. അതായത് ഇവിടെ പ്രത്യേകം ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്, 1ൻ്റെ ക്യൂബ് റൂട്ടാണ് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ ആ കണ്ടീഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ വെറുതെ എവിടെയെങ്കിലും കയറി ഒമേഗ കണ്ടെങ്കിൽ അവിടെ കയറി നേരത്തെ ഞാൻ ആ ബോക്സിൽ വരച്ച് വെച്ച റിസൾട്ട് കയറി ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒമേഗ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണെന്ന്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റെപ്പ് മാത്രമേ ചെയ്യാനുള്ളൂ. ഞാൻ ചെയ്യുന്നത് C1 ചേഞ്ചസ് ടു കോളം 1നെയാണ് ഞാൻ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇങ്ങനെ C1 + C2 + C3, അതായത് ഈ 3 കോളവും കൂടെ ആഡ് ചെയ്തിട്ട് അതെവിടെ എഴുതും? C1ൻ്റെ സ്ഥാനത്ത് എഴുതും. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്? 1 + ഒമേഗ സ്ക്വയർ, അതെവിടെ എഴുതും? 1ൻ്റെ സ്ഥാനത്ത് എഴുതും. 1 + ഒമേഗ സ്ക്വയർ. അടുത്തത് ഒമേഗ + ഒമേഗ സ്ക്വയർ + 1. ഓക്കെ, ഇത് മൂന്നും ഈ സാധനങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് ഈ എഴുതിയതുപോലെ തന്നെ എനിക്ക് എഴുതാമല്ലോ. 1 + ഒമേഗ സ്ക്വയർ. രണ്ടാമത്തത് നമ്മൾ എഴുതി. മൂന്നാമത്തത് ഒമേഗ സ്ക്വയർ + 1 + ഒമേഗ. ഇതിലും ആ 3 ഐറ്റം തന്നെയാണ്. അപ്പോൾ ഒന്നൊരു ഓർഡർ ആക്കി ഇതുപോലെ തന്നെ ഞാൻ എഴുതുവാണ്. 1 + ഒമേഗ സ്ക്വയർ. ഫസ്റ്റ് കോളം നമ്മൾ എഴുതി. ഇനി കോളം 2നും കോളം 3ക്കും മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും അങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ എന്താ വരുന്നത്? ഒമേഗ സ്ക്വയർ 1 ഒമേഗ. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ 1 + ഒമേഗ സ്ക്വയർ ആണ് ആദ്യത്തെ കോളത്തിൽ കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു ബോക്സിൽ എഴുതിയൊരു സാധനം ഞാൻ കാണിച്ചിരുന്നു. എന്തുവായിരുന്നു അത്? നോക്കിക്കേ, 1 + ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു? 0 ആണ്. 1 + ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ 3 എണ്ണത്തിലും എന്താ വന്നിട്ടുള്ള? 1 + ഒമേഗ സ്ക്വയർ അല്ലേ. അപ്പോൾ ഈ 3 ഇടത്തും വാല്യൂ എന്തായിട്ട് മാറും? അത് 0 ആയിട്ട് മാറും. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് 0 0 0. ബാക്കി ഈ 2 കോളത്തിന് മാറ്റമൊന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതുക. ഒമേഗ സ്ക്വയർ 1 ഒമേഗ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡിറ്റർമിനൻ്റ് ഇങ്ങനെയായിട്ട് മാറി. അതിലെന്താ ഒരു മാറ്റം വന്നത്? കോളം 1 കംപ്ലീറ്റ് 0 ആയിട്ട് മാറി. അപ്പോൾ നമ്മളുടെ ഡിറ്റർമിനൻറ്റിൻ്റെ അകത്ത് ഒരു റോയോ അല്ലെങ്കിൽ ഒരു കോളമോ കംപ്ലീറ്റ് ആയിട്ട് 0 ആയി മാറിയാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്തായാലും എന്തേ വരത്തുള്ളൂ? 0 വരത്തുള്ളൂ. ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റ്യൻ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ആ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന ഈ 1 + ഒമേഗ സ്ക്വയർ = 0 എന്ന സാധനം എഴുതിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിത്തൗട്ട് എക്സ്പാൻഡിങ് പ്രൂവ് ദാറ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് 102, 18, 36, 1, 3, 4, 17, 3, 6 എന്ന് പറയുന്നത് 0 ആണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ കംപ്ലീറ്റ് എലമെൻറ്റ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് പറയാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യുകയോ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടേമിനെ പുറത്തെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ 0 ആയിട്ട്, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ഉപയോഗിച്ച് നമുക്കിതിനെ 0 ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഫസ്റ്റ് റോയിൽ നിന്ന്, അതായത് 102, 18, 36 ഈ 3 ടേമിൽ നിന്ന് ഞാൻ ഒരു 6 ഒരു 6നെ പുറത്തെടുക്കാനായിട്ട് പോകുവാണ്. ഓക്കെ, അപ്പോൾ ഈ 3 പറയുന്നത് 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. 102, 18, 36 എന്ന് പറയുന്നത് 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ ഞാനൊരു 6നെ ഈ 3 ടേമിൽ നിന്ന് പുറത്തെടുക്കുക, അതായത് ഈ 3 ടേമിനെ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും വരുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു 6 × ഡിറ്റർമിനൻ്റ് ഓഫ് 6 ഞാൻ പുറത്തെടുത്തേ. അപ്പോൾ 102 നിന്ന് 6 പോയാൽ പിന്നെ അവിടെ എന്തേ ഉള്ളൂ? 17. അടുത്തത് 18 നിന്ന് 6 പോയാൽ 3, 36 നിന്ന് 6 പോയാൽ 6 അല്ലേ. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ നിന്ന് ഞാൻ ഒരു 6നെ പുറത്തെടുത്തു. അത് പുറത്തെടുത്തതിന് ശേഷമുള്ള വാല്യൂസ് ഞാനിവിടെ എഴുതി. ഇനി സെക്കൻഡ് റോയ്ക്കും തേർഡ് റോയ്ക്കും മാറ്റമൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ തന്നെ നമുക്ക് എഴുതാം. 1, 3, 4, 17, 3,
6. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 6 പുറത്തെടുത്തപ്പോഴത്തേക്ക് ഇതിൽ വന്ന മാറ്റം എന്താ? ഇവിടെ ഫസ്റ്റ് റോയും തേർഡ് റോയും ഐഡൻറ്റിക്കലായിട്ട് വന്നല്ലേ. അപ്പോൾ ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ അകത്ത് ഏതെങ്കിലും 2 റോസോ 2 കോളംസോ ഒരുപോലെ വന്നാൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും എന്ന് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതെന്തായിട്ട് മാറും? 6 × 0 വിച്ച് ഇസ് ഈക്വൽ ടു എന്തായി? 0 ആയിട്ട് മാറി. സിമ്പിൾ അല്ലേ ഈ ക്വസ്റ്റ്യൻ? നമ്മൾ നമ്പേഴ്സ് മാത്രമാണ് നമ്മളിതിൽ വരുന്നതെങ്കിൽ ഒത്തിരി നമ്മൾ തലപോയിക്കാനൊന്നും നിൽക്കേണ്ട. ഏതിൻ്റെങ്കിലും, അതായത് ഒരു റോയുടെ മൾട്ടിപ്പിൾ ആണോ അടുത്തത് എന്ന് നോക്കിയാൽ മാത്രം മതി. നമ്മൾ അതും പഠിച്ചിട്ടുണ്ട്. ഒന്നൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 0 ആകും. കാരണം എന്താ? ആ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ടേമിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അത് രണ്ടും ഐഡൻറ്റിക്കലായിട്ട് വരും. ഐഡൻറ്റിക്കലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് എന്തായി മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം ആലോചിച്ച് കളയരുത്. ഒന്നൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആണോ അല്ലെ ഒന്നൊന്നിൻ്റെ ഡിവൈസർ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത 2 പ്രോബ്ലംസും അതുപോലെ തന്നെ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആ ഒരു സാധനവും കൂടെ എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ന് ചെയ്ത 2 നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.